കഴിഞ്ഞ അവധി ദിവസം കൊല്ലങ്കോട് വരെ ഒന്ന് പോയി. കുതിരാൻ ചുരവും കയറി നേരെ ചെന്ന് പാലക്കാടേക്കാണ് കേട്ടോ. പാലക്കാട് നമ്മുടെ കൊല്ലങ്കോട് സൈഡിലുള്ള പാടത്തിന്റെ നടുക്കിലൂടെയുള്ളായിരുന്നു പിന്നെ യാത്ര മൊത്തം. ഗൂഗിൾ മാപ്പ് നേരെ കുടിലിടത്തിലാണ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. ഏക്കറുകളോളം വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിന് നടുവിൽ ചെറിയ ഹട്ടുകളും ഫോട്ടോ ഫ്രെയിമുകളും സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം കേട്ടോ. സംഗതി അടിപൊളിയായിരുന്നു. അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ചുറ്റും നെൽപ്പാടങ്ങളും ഒരു സൈഡിൽ നെല്ലിയാമ്പതി മലനിരകളും ആണ് കേട്ടോ നമ്മളിവിടെ വന്ന പ്രധാനമായിട്ട് കാണുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു നല്ല കിടിലൻ പ്ലേസ് ആണ് കേട്ടോ ഇത്. പാടത്തിന് നടുക്ക് നിറയെ ഹട്ടുകൾ ചെയ്തിട്ടാണ് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് സമയം ഒന്നില്ലെങ്കിൽ രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇത്തിരി സിനിമകളിൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. ഇവിടെ അധികം ട്രെയിനിന് സ്റ്റോപ്പില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ വരുമാനം എന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ലാത്ത സീനറി ഉണ്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ. നിറയെ ചെടികളും ആലുമായിട്ട് സ്റ്റേഷന് പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് അധികം ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. ഇവിടെ വന്നവരെല്ലാവരും സ്റ്റേഷൻ്റെ ഭംഗി ആസ്വദിക്കാൻ വന്നതാണ്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് സീതാർകുണ്ട് വാട്ടർഫാൾസ് കാണാനാണ് പോയത്. കുറച്ച് ദൂരം നടന്ന് അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ എത്തി. നല്ല ഭംഗിയിലാണ് അവർ ടിക്കറ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ ചെല്ലുന്ന സമയത്തോടെ UPI ട്രാൻസാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് മുകളിലോട്ട് കുറച്ച് ദൂരം നടന്നാലാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ് എത്തുള്ളൂ. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മുകളിലെത്തിയപ്പോൾ വാട്ടർഫാൾസ് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒന്നും ഇല്ലാത്ത മാതിരി പോയി. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പതിയെ താഴത്തോട്ട് ഇറങ്ങി. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പാലക്കാടിനോട് വിട പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി.